നിങ്ങൾ വാഴക്കുലയിൽ നിന്ന് നമുക്ക് കുലച്ച വാഴക്കുലയിൽ നിന്ന് പഴം എടുത്ത് കിട്ടുന്ന ആ കാളാമുണ്ടനിൽ നിന്നും കുല നിൽക്കുന്ന കാളാമുണ്ടൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് വാഴ തൈകൾ ഉണ്ടാക്കുവാൻ പറ്റും എന്നുള്ള വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ വളരെ എളുപ്പത്തിൽ, വളരെ ട്രിക്കായിട്ട്, വളരെ ടെക്നിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങൾ കത്തി കൊണ്ട് വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, അതായത് നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിക്കത്തി തന്നെ മതി. ഇതിന് പ്രത്യേകം കറിക്കത്തികളോ അങ്ങനെയുള്ള വാളുകളോ ഒന്നും വേണ്ട. ഈ കത്തി കൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് ആദ്യം ആ വലിയ ഭാഗം അങ്ങ് മുറിച്ചു മാറ്റുക. നമ്മൾ നോക്കുക നല്ലപോലെ കാ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പഴത്തിന്റെ വാഴത്തൈ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഇഷ്ടമുള്ള കണക്കുള്ള പഴത്തിന്റെ വാഴ, നമ്മൾ ആ പഴം നിൽക്കുന്ന കൊല നമുക്കറിയാം ഏത് പഴമാണ് അതിനകത്ത് ഉണ്ടാകുന്നത്, ഏത് പഴം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൊലയാണെന്ന്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വാഴയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വാഴത്തൈ ഉൽപ്പാദിപ്പിക്കാം. നിങ്ങളൊക്കെ വാഴത്തൈ എവിടെങ്കിലും പോയി വാങ്ങിച്ചാൽ അത് നമുക്ക് കിട്ടുമ്പോൾ ഏത് തരത്തിലുള്ള വാഴയാണെന്നോ ഏത് തരത്തിലുള്ള കൊലയാ അതിനകത്ത് ഉണ്ടാകുന്നതോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇത് കണക്ക് ചെയ്യുക. ഇതിപ്പോ ഞാൻ മണ്ണായി ഇതിനകത്തോട്ട് ഇടുന്ന ഈ ചെടിച്ചട്ടിയിലേക്ക് മണ്ണിടുകയാണ്. ഇതിനകത്ത് അല്പം ഈർപ്പമുള്ള മണ്ണായിരിക്കണമെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് മണ്ണിടാം. അല്പം ഈർപ്പമുള്ള മണ്ണ്, അതായത് മേൽ ലെയർ കഴിഞ്ഞിട്ട് അതിന്റെ നമ്മുടെ ഒരു ഭൂമിയുടെ താഴെ വരുന്ന ആ ഒരു ലെയറുണ്ട്, അവിടെ നല്ല ഫലപുഷ്ടമായതും അതുകൊണ്ടാണല്ലോ നമ്മൾ ഉഴുതു മറിക്കുന്നത് കണ്ടമൊക്കെ അല്ലെങ്കിൽ പാടമൊക്കെ. അപ്പം ആ ഒരു മണ്ണാണ് ഇതിന് വേണ്ടത്. അല്പം മോയ്സ്ചർ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് അടിയിലത്തെ മണ്ണ് അതെടുത്ത്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, അതെടുത്തിട്ട് ആ മണ്ണ് പകുതി, ആ ചെടിച്ചട്ടിയുടെ പകുതി മണ്ണാക്കിയിട്ട് അതിനകത്ത് ഈ കൊലയുടെ പകുതി മണ്ണാക്കിയിട്ട് അതിനകത്ത് നമ്മൾ അത് വെച്ച് കാളാമുണ്ടന്റെ ആ ഒരു ഭാഗം അവിടെ വെച്ച് അതിന്റെ പുറത്ത് വീണ്ടും മണ്ണിട്ട്, എന്നിട്ടാണ് നമ്മൾ ഇത് കണക്ക് കൊക്കക്കോള, നിങ്ങൾക്ക് കൊക്കക്കോളയുടെ ചെറിയ ഒരു ബോട്ടിൽ മതി, 40 20 അത് 20 ഒരു ബോട്ടിൽ മതി. ഇല്ല 40 വാങ്ങിച്ചാൽ ബാക്കി നിങ്ങൾ കുടിക്കേണ്ടതായിട്ട് വരും. മണ്ണിന് ഉള്ളിൽ അത് വെച്ചിട്ട് 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണിത് എന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന വാഴത്തൈയാണ്. എന്തുമാത്രം മൃദുലമായ ആ ഒരു വാഴത്തൈയുടെ ഇലകളാണിത്. നല്ല കരുത്തേറിയത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ, നമ്മൾ എവിടെങ്കിലും പോയി നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും നമുക്ക് ഇത് കണക്കുള്ള വാഴത്തൈ കിട്ടത്തില്ല. ഇത് വളരെ നല്ല തൈയാണ്. നോക്കിയാൽ രണ്ട് വാഴത്തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാളാമുണ്ടന്റെ താഴത്തെ ആ ഭാഗം കണ്ടിച്ചാണ് ഞാൻ ഈ മണ്ണിനകത്ത് വെച്ച് കിളിപ്പിച്ചത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 വാഴത്തൈയാണ് എനിക്ക് കിട്ടിയത്. അതും വളരെ നല്ല. ഇത് ഞാൻ എങ്ങനെ ഇത് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഇതിനു വേണ്ടി വീണ്ടും വെക്കുവാനല്ല. ഈ വാഴത്തൈ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറെ അതിന് ട്രാൻസ്ഫർ ചെയ്യണം. വേറെ ഇതിൽ ചട്ടിയിൽ വെക്കണം, ചെടിച്ചട്ടിയിൽ വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഗ്രൗണ്ടിൽ തന്നെ വെക്കുവാൻ പറ്റും എവിടെങ്കിലും. പക്ഷെ ഒന്നുകൂടെ നല്ലത് ഇത് കണക്ക് എടുക്കുക. ഇത് കണക്ക് ആ വാഴത്തൈ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് അതിന് ആവശ്യമായ മണ്ണുകൾ ഇട്ട് അത് ഒരുക്കുകയാണ് നമ്മുടെ കാര്യം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് നല്ല കണക്ക് വേര് വന്നിട്ടുണ്ട്. 2 വാഴത്തൈക്ക് നല്ല വണ്ണമുള്ള വേരുകളാണ്, നല്ല വെള്ള വേരുകൾ വന്നിട്ടുണ്ട്. ഈ മണ്ണ് നമുക്ക് അല്പം കളഞ്ഞു നോക്കാം. ഇവിടെ ഇതിനകത്തെ നമുക്കത് കാണാൻ പറ്റും. ഇതിനകത്തെ വേരുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും. നല്ല വേരുകളാണ്, നല്ല വണ്ണമുള്ള വെള്ള വേരുകളാണ്. നിങ്ങൾ ഇത് കണക്ക് പൈപ്പ് ഇല്ലെങ്കിൽ, അതായത് ഇത് കണക്ക് സ്പ്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിന്റെ ആ ഒരു ടാപ്പിന് താഴെ വെച്ച് ഇതിന്റെ മണ്ണ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് വളരെ നല്ല കാര്യമാണ്. ഇത് നിങ്ങൾ നോക്കിക്കേ, എന്ത് കരുത്തിലാണ്, എന്ത് ഗ്രോത്തിലാണ് ആ വാഴത്തൈ വന്നിരിക്കുന്നത്. നമ്മൾ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ 2 ആക്കണം. ഒരുമിച്ച് വെച്ചാൽ 2 വാഴയും കൂടെ ഒരു സ്ഥലത്ത് വരും. അതത്ര കരുത്ത് കാണത്തില്ല ഉണ്ടാകുന്ന വാഴയ്ക്ക്. അപ്പൊ 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണിത്. വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് അധികം ഒരു മുടക്കുമില്ല. ഒരു 20 രൂപയുടെ ഒരു
കൊക്കക്കോള വാങ്ങിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല കണക്ക് കിട്ടും. നിങ്ങൾ ഒരു കടകളിലും പോകേണ്ട ഇത് അന്വേഷിച്ച്, വാഴത്തൈയും അന്വേഷിച്ച് നിങ്ങൾ ഒരു കടകളിലും പോകണ്ട, നിങ്ങൾക്ക് കിട്ടും. നോക്കി ഇതിന്റെ ആ അടിയിലത്തെ ആ ഭാവമെല്ലാം നോക്കി, ഇത് കണക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെറിയ രീതിയിൽ ഇത് ചെയ്താൽ മതി. ഇവിടുന്ന് നിങ്ങൾ പിന്നെ ഇത് രണ്ടായിട്ട്, ഞാനിപ്പോ നിങ്ങളെ ഇത് രണ്ടായിട്ട് കണ്ടിച്ച് 2 ഭാഗമായിട്ട് എടുക്കും. 2 വാഴത്തൈകളാക്കും ഇതിനെ. അപ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ നടുക്കുള്ള ആ ഭാഗത്തേക്ക് നോക്ക്, ഇവിടെ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. അവിടോട്ട് കത്തി വെച്ച് കട്ട് ചെയ്യുക. അവിടെ വേരുകളൊന്നും കാണത്തില്ല. കാര്യം ബാക്കി 3 ഭാഗത്തേക്കും വേരുകൾ വന്നിരിക്കും. ആ ഒരു ഭാഗത്തേക്ക് വേര് വന്നിരിക്കത്തില്ല. അപ്പൊ അത് നിങ്ങൾ കട്ട് ചെയ്യുക, വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. വാഴത്തൈക്കോ ആ വേരിനോ ഒന്നും സംഭവിക്കല്. അത് കണക്ക് ഇത് രണ്ടായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെങ്കിലും ഗ്രൗണ്ടിൽ തന്നെ, നിങ്ങളുടെ ഏതാ ഒരു ഗാർഡൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഒരു വശത്ത് നിങ്ങൾക്ക് വെക്കുവാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണിട്ട് വെക്കാൻ പോവുകയാണ്. ഞാൻ മണ്ണ് ആദ്യം അതൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കണക്ക് കുഴയ്ക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഉമി കൂടി ഇട്ട്, നിങ്ങൾക്ക് കയറ് കിട്ടും. കയറ്, തൊണ്ട അല്ലെങ്കിൽ ചകിരി ഇതൊക്കെ ഇട്ട് ഈ മണ്ണിന് ഒരു അയവ് കിട്ടണം. കാര്യം വേര് മണ്ണിനകത്ത് തറഞ്ഞു പോലെ, നിങ്ങൾ ഏത് ചെടി നട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മണ്ണിനകത്ത് ഇത് പൊതഞ്ഞു പോകല്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വളമിടുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ, വളം എന്ന് പറയുന്ന പൊട്ടാസ്യം, കാൽസ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നിങ്ങൾക്ക് മരുന്ന് കടയിൽ നിന്ന്, ഫെർട്ടിലൈസർ കടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പൊട്ടാസ്യം അല്ലെങ്കിൽ കാൽസ്യം, പ്രോട്ടീനൊക്കെ അടങ്ങിയ ചെടിക്ക് വേണ്ടുന്ന. അപ്പൊ ഞാനിപ്പോ ചെടി ചട്ടിയിലേക്കിട്ട്, എന്നിട്ട് ഈ ചെടി എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് വീണ്ടും മണ്ണിടും. അതായത് കുറച്ച് മണ്ണിട്ടിട്ട് ആദ്യം ഈ ചെടി വെക്കുക. നമ്മൾ ആദ്യം ചെയ്തത് കണക്ക് തന്നെ ചെടി വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ നിറയ്ക്കുകയാണ്. പിന്നെ ഈ മണ്ണ് അതിനകത്ത് ഇട്ടിട്ട്, നിങ്ങൾ വെറും മണ്ണിട്ടാലും വാഴയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല, നല്ല കണക്ക് വളരും. ഈ ചെടിച്ചട്ടിയിൽ നിന്ന് അല്പം കൂടെ വലുതാവുമ്പോഴത്തേക്ക് നിങ്ങൾ മാറ്റി വേറെ നിങ്ങളുടെ ഗ്രൗണ്ടിൽ തന്നെ വെക്കണം. നിങ്ങളുടെ അടുക്കള വശത്തോ നിങ്ങളുടെ വീടിന്റെ എവിടെങ്കിലും സ്ഥലമുള്ളിടത്ത് വെച്ചാൽ മതി. വാഴയ്ക്ക് അങ്ങനെ പ്രത്യേകം പരിരക്ഷണം നമ്മൾ നൽകണമെന്നില്ല, അത് വളർന്നുകൊള്ളും. നിങ്ങൾ ഈ മണ്ണിന്റെ കൂടെ വെള്ളയായിട്ട് കിടക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അതെന്ന് പറയുന്നത് ഞാൻ ഉമി ഇട്ടതാ. ഉമി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെല്ല് കുത്തിയ നീളമുള്ള ആ ഒരു പതിര് പോലുള്ളത് ഞാൻ അതിനകത്ത് ഇട്ടതാണ്. അപ്പം അത് വളരെ നല്ലതാണ്. കാര്യം ഇതിന് വളവുക, അത് കണക്ക് തന്നെ ഇതിന്റെ വേരുകൾ ഓടുവാൻ പറ്റിയതാ. അപ്പൊ ഇത് കണക്ക് മണ്ണിട്ടിട്ട് നിങ്ങൾ ചെടിച്ചട്ടി, നിങ്ങൾ ഇത് ഉമിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും നിങ്ങൾ നല്ല മോയ്സ്ചറായിട്ട്, അത് നനവുള്ള മണ്ണിട്ടിട്ട് അതിന്റെ പുറത്ത് മിക്കപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനം. ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ വെച്ച് നിങ്ങൾ വെക്കുക. ഇത് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ മണ്ണിട്ട് ഫുള്ളാക്കിയിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു വെക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കാം. ആദ്യം നമ്മൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കല്ലേ. ഇതിപ്പോ നിങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെക്കണം. സൂര്യപ്രകാശം വാഴയ്ക്ക് വളരുവാൻ വളരെ അത്യാവശ്യമാണ്. ഇത് മണ്ണെല്ലാം ഇട്ട് നമ്മൾ ശരിയായെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളം ഒഴിച്ച് നല്ലത് കണക്ക് ഇത് നനച്ചിട്ടേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ, ഇത് മാറ്റി വെക്കാവുള്ളൂ. 2 ചെടിച്ചട്ടിയിലും നിങ്ങൾ എത്രയാ ഇത് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പം നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ അതിൽ നിന്ന് 3 തൈ വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പം 2 തൈയാണ് വന്നത്. ആ 2 തൈ നല്ല കണക്ക് നനയ്ക്കുക. അപ്പൊ എനിക്ക് 9 മാസമായപ്പോ കിട്ടിയ വാഴത്തൈയാണ് ഇത് 2 എണ്ണം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റണമെങ്കിൽ, ഈ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാറ്റി വെക്കാം. നോക്കി എന്ത് കരുത്തായ വാഴത്തൈകളാണ്. 9 മാസമായപ്പോ കിട്ടിയ, നമുക്കൊരു വാഴ കുലയ്ക്കുവാനായിട്ട് ഏതാണ്ട് 18 മാസത്തോളം എടുക്കും. ഇത് പകുതി, അതായത് അര വയസ്സേ ഇതിനായുള്ളെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് 20 രൂപയിൽ നിങ്ങൾക്ക് വാഴകൃഷി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.